ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വ്യത്യസ്ത പ്രകടനങ്ങളല്ലേ, പ്രതിബിംബങ്ങളല്ലേ നമ്മൾ ഓരോരുത്തരും. സൃഷ്ടിയുടെ വൈവിധ്യം പ്രകൃതിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയും സ്നേഹവുമാണ് പ്രകൃതി മുഴുവൻ, സൃഷ്ടവസ്തുക്കളിൽ മുഴുവൻ മറഞ്ഞിരിക്കുന്നത്. ശരിക്കും കണ്ണ് തുറന്നു നോക്കിയാൽ അത്ഭുതപ്പെടാനേ പറ്റൂ. സർവശക്തനായ ദൈവം ഈ സൃഷ്ടവസ്തുക്കളിൽ മറഞ്ഞിരിക്കുന്നു. ഒരു കുർബാന പോലെ, ഒരപ്പത്തിൽ ഈശോ മറഞ്ഞിരിക്കുന്നത് പോലെ ഈ സൃഷ്ടവസ്തുക്കളിൽ മുഴുവനിലും ദൈവത്തിൻ്റെ കരസ്പർശം, ദൈവത്തിൻ്റെ സർവശക്തി മറഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, മനുഷ്യരെല്ലാവരും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും വചനം പറയുന്നത് പോലെ മറ്റുള്ളവർ നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നമ്മളെ കാണുന്നവരൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുമാറ് നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ കാണുന്നവരൊക്കെ ദൈവത്തെ കാണാറുണ്ടോ? നമ്മളെ കേൾക്കുന്നവരൊക്കെ ദൈവത്തെ കേൾക്കാറുണ്ടോ? നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് വചനം പഠിപ്പിക്കുന്നു. നീ ഒരു പള്ളിയാണ് പോലും, നീ ഒരു ദേവാലയമാണ്. ദേവാലയത്തിൻ്റെ കേന്ദ്രം ഈശോയാണ്. ദേവാലയത്തിൽ കടന്നു വന്നിട്ട് ഈശോയെ കാണാതെ പോകുമോ ആരെങ്കിലും? ദേവാലയത്തിൻ്റെ മുഴുവൻ അട്രാക്ഷനും കർത്താവിങ്കിലേക്കല്ലേ, ദൈവ സാന്നിധ്യത്തിലേക്കല്ലേ? ബുദ്ധിയുള്ള ആർക്കിടെക്റ്റ് ഒരു ദേവാലയം പണിയുമ്പോൾ അവിടെ പൂക്കളുണ്ട്, അലങ്കാരങ്ങളുണ്ട്, അവിടെ ചെടികളുണ്ട്, അവിടെ ദീപാലങ്കാരങ്ങളുണ്ട്, പെയിൻറ്റിങ്സ് ഉണ്ട്. എന്നാൽ ഇതൊന്നും ദൈവത്തെ മറച്ചു വെക്കുന്നതാവില്ല. ദൈവത്തിങ്കലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ കവർന്നു കൊണ്ടുപോകുന്നതായിരിക്കും. അതല്ലേ ശരി? അതുകൊണ്ട് ദേവാലയത്തിലെത്തി തിരിച്ചു മടങ്ങുമ്പോൾ മനസ്സിന് എന്തൊരാനന്ദം, എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം. നീ ഒരു ദേവാലയമാണ്. നമ്മൾ ഒരു ദേവാലയത്തിൽ കയറി ഇറങ്ങിയ അനുഭവം എന്നെ കാണുന്നവർക്ക് എന്നുണ്ടാകും കർത്താവേ. എത്ര അസ്വസ്ഥമായ ഹൃദയത്തോടെ വന്നവനും പള്ളി വിട്ടിറങ്ങുമ്പോൾ സമാധാനം, എത്ര പൊട്ട ചിന്തകളോടെ വന്നവനും പള്ളി വിട്ടിറങ്ങുമ്പോൾ നന്നാവണമെന്നൊരു ചിന്ത, വലിയൊരു ആനന്ദമുള്ളിൽ, മുന്നോട്ടൊരു വെളിച്ചം. എന്നാണ് എന്നെ കാണുന്നവർക്ക് ഇതുപോലെ നിന്നെ കണ്ട് സമാധാനത്തോടെ സ്തുതി ചൊല്ലിക്കൊണ്ട് പോകാനാകുക. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പരസ്പരം പറയണതിൻ്റെ അർത്ഥം ഇതല്ലേ? നിന്റെ ഉള്ളിൽ ഈശോയുണ്ടെന്ന്, നീ ഒരു പള്ളിയാണെന്ന് എന്നെ ഓരോ നിമിഷവും ഈ സ്തുതി ഓർമ്മപ്പെടുത്തുകയല്ലേ? എന്നെ കേൾക്കുന്നവർ നിന്നെ കേൾക്കാൻ, എന്നെ കാണുന്നവർ നിന്നെ കാണാൻ ഇടവരട്ടെ. ഈ ലോകത്തുള്ള എൻ്റെ എല്ലാ ബന്ധങ്ങളുടെയും കണ്ണി നീയാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു കണ്ണിയില്ലെങ്കിൽ ഈ ബന്ധങ്ങളെല്ലാം ബന്ധനമാകുമെന്നും ഏത് സമയം വേണമെങ്കിലും പൊട്ടിപ്പോകുമെന്നും എനിക്കുറപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ ലോകത്തുള്ള എല്ലാവരും നമ്മളെ സ്നേഹിച്ചാലും, നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും, നമ്മൾ ചെയ്തൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഈശോയ്ക്ക് ഇഷ്ടമായോ എന്നും ചോദിക്കാൻ പറ്റിയാൽ
എന്തൊരു ഭംഗിയായിരിക്കും ജീവിതത്തിന്. മറ്റെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയില്ലേ? ഈശോ വേദനിച്ചോ ഞാൻ പറഞ്ഞതുമൂലം എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരോട് നമ്മൾ അടുത്തിരുന്ന് ചോദിക്കില്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞത് നിനക്ക് വിഷമായോ? ഇങ്ങനെ ചെയ്തത് ബുദ്ധിമുട്ടായോ? നീ എന്നിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചോ? ഞാൻ നിൻ്റെ കൂടെ ഇരുന്നപ്പോൾ നിനക്ക് ആശ്വാസം കിട്ടിയോ? പാവം ഈശോ ഇന്ന് എന്നോടിത് ചോദിക്കുകയാണ്. നിൻ്റെ സ്നേഹത്തിന് വേണ്ടി, എൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി, എൻ്റെ ഹൃദയത്തിന് വേണ്ടി തുടിക്കുന്ന ഈശോ. പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കട്ടെ. എൻ്റെ ഒരു കഴിവും, എൻ്റെ ഒരു മിടുക്കും, എൻ്റെ ഒന്നും ഈശോയെ മറച്ചു കളയാതിരിക്കട്ടെ. എൻ്റെ കഴിവുകളും സമ്പത്തും ജോലിയും സൗകര്യങ്ങളൊക്കെ ഈശോയ്ക്ക് ചുറ്റും അലങ്കാര ദീപങ്ങളും പൂക്കളുമായി വിടരട്ടെ, കത്തട്ടെ, ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് ഈ ഗാനത്തോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ശക്തി, അനുഗ്രഹം നിറയട്ടെ. എന്നെ കാണുന്നോ നിന്നെ കാണാതെ പോയാലോ കഷ്ടം, ഈ രൂപമോ നഷ്ടം. എന്നെ കാണുന്നോ നിന്നെ കാണാതെ പോയാലോ കഷ്ടം, ഈ രൂപമോ നഷ്ടം. എന്നെ കേൾക്കുന്നോ നിന്നെ കേൾക്കാതെ പോയാലോ കഷ്ടം, ഈ ശബ്ദമോ നഷ്ടം. എന്നെ കേൾക്കുന്നോ നിന്നെ കേൾക്കാതെ പോയാലോ കഷ്ടം, ഈ ശബ്ദമോ നഷ്ടം. എൻ ബന്ധങ്ങൾ കണ്ണേ നീയായില്ലെങ്കിലോ അതു ബന്ധനമായിടും, ഏതു നേരവും പൊട്ടും. എൻ ബന്ധങ്ങൾ കണ്ണേ നീയായില്ലെങ്കിലോ അതു ബന്ധനമായിടും, ഏതു നേരവും പൊട്ടും. ഈശോക്കിഷ്ടമായോ ഇന്നോളം ചെയ്തതെല്ലാം, ഈശോ വേദനിച്ചോ എന്നിൽ സ്നേഹം ഇല്ല നേരം. ഈശോക്കിഷ്ടമായോ ഇന്നോളം ചെയ്തതെല്ലാം, ഈശോ വേദനിച്ചോ എന്നിൽ സ്നേഹം ഇല്ല നേരം. ഈശോ ആഗ്രഹിച്ചോ ഞാനെന്നും നിന്റേതാകാം, ഈശോ ആശ്വസിച്ചോ ഞാൻ കൂടെ നിന്ന നേരം. ഈശോ ആഗ്രഹിച്ചോ ഞാനെന്നും നിന്റേതാകാം, ഈശോ ആശ്വസിച്ചോ ഞാൻ കൂടെ നിന്ന നേരം. എന്നെ കാണുന്നോ നിന്നെ കാണാതെ പോയാലോ കഷ്ടം, ഈ രൂപമോ നഷ്ടം. എന്നെ കാണുന്നോ നിന്നെ കാണാതെ പോയാലോ കഷ്ടം, ഈ രൂപമോ നഷ്ടം. എന്നെ കേൾക്കുന്നോ നിന്നെ കേൾക്കാതെ പോയാലോ കഷ്ടം, ഈ ശബ്ദമോ നഷ്ടം. എന്നെ കേൾക്കുന്നോ നിന്നെ കേൾക്കാതെ പോയാലോ കഷ്ടം, ഈ ശബ്ദമോ നഷ്ടം. ആരാധിക്കുന്നു ദൈവമേ,
ഹൃദയം തോറും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ സാന്നിധ്യം, എൻ്റെ വാക്കുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവൃത്തികളെല്ലാം നിൻ്റെ മഹത്വം പ്രഘോഷിക്കട്ടെ എന്ന്. എന്നെ കാണുന്നവർ നിന്നെ കാണാതെ പോയാൽ ഈ രൂപം കൊണ്ട് എന്ത് ഗുണമുണ്ട് കർത്താവേ? ഇത്രയും കാലം ഒരുപാട് പേര് എന്നെ കണ്ടിട്ടും ഒരിക്കൽ പോലും എന്നിലെ ഈശോയെ കാണാതെ പോയെങ്കിൽ അതൊരു കഷ്ടമാണല്ലോ. ഒരുപാട് വാക്കുകൾ എൻ്റെ അധരങ്ങളിലൂടെ പലരും കേട്ടിട്ടും അതിലൊരു ചെറിയ ദൈവിക സ്പർശനം പോലും ഇല്ലാതെ പോയിട്ടുണ്ടോ? ഇന്നു മുതൽ ഒരു വാക്ക് പോലും പാഴായി പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ വാക്കുകളിൽ വിരുന്നിന് വരണമേ ഈശോയെ. എൻ്റെ വാക്കുകളിലൂടെ നീ സംസാരിക്കുന്ന അനുഭവം മറ്റുള്ളവർക്ക് നൽകണമേ. എൻ്റെ ഹൃദയത്തിൽ സ്വർഗീയ നിക്ഷേപം കരുതി വെച്ച്, സ്നേഹത്തിൻ്റെ കൃപയുടെ നിക്ഷേപം കരുതി വെച്ച്, അതിൻ്റെ നിറവിൽ നിന്ന് എൻ്റെ അധരങ്ങൾ സംസാരിക്കാൻ അങ്ങ് ഇടവരുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 1-ാം സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. ദുഷ്ടരുടെ ഉപദേശം കേൾക്കുകയോ പാപികളുടെ വഴികളിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവരുടെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവർ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അവർ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അതിൻ്റെ ഇലകൾ പച്ചിലകൾ പോലെയാണ്. അതെപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നു. കർത്താവിൻ്റെ നിയമത്തിൽ ആനന്ദം കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ. ദുഷ്ടരുടെ ഉപദേശം കേൾക്കാത്തവർ ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് വാർത്തകൾ എപ്പോഴും നമ്മുടെ കാതുകളിലേക്ക് ആഞ്ഞടിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാത്തത്, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളാണ് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ, മൊബൈൽ ഫോണിലൂടെ ഒക്കെ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ നിയമത്തിലേക്ക് ഇത്രയും ശ്രദ്ധ ചെല്ലുന്നില്ല. ലോകത്തിൻ്റെതായ വാർത്തകൾ, ഉള്ളതും ഇല്ലാത്തതുമായ വാർത്തകൾക്ക് നേരെ എൻ്റെ കാതും എൻ്റെ ഹൃദയവും ഞാൻ തുറന്നു വയ്ക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് എൻ്റെ ഹൃദയം തുറക്കാൻ ഞാൻ പലപ്പോഴും മടിക്കുന്നു. കർത്താവിൻ്റെ നിയമത്തിൽ, വചനത്തിൽ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തിയാണല്ലോ നദിക്ക് അരികെ നട്ട വൃക്ഷം. അതിൻ്റെ വേരുകൾ എപ്പോഴും വെള്ളത്തിലേക്ക് മുട്ടി നിൽക്കുന്നതിനാൽ എപ്പോഴും ഫലം പുറപ്പെടുവിക്കാനുള്ള കഴിവ് അതിനുണ്ട്. ദൈവം നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളെ നമ്മൾ നന്ദിയോടെ ഓർക്കുമ്പോൾ ദൈവത്തോട് അടുത്ത് നിൽക്കാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനത്തോട് അടുത്ത് നിൽക്കാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകൃതിയിലുള്ള എല്ലാം ഫലം പുറപ്പെടുവിക്കുകയാണ്, എല്ലാം ഫലം പുറപ്പെടുവിക്കുകയാണ്. മരങ്ങൾ, ചെടികൾ എല്ലാം ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ, നമ്മൾ ഓരോരുത്തരും എന്തോരം ഫലം പുറപ്പെടുവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒറ്റ വഴിയുള്ളൂ, ദൈവത്തിൻ്റെ വചനത്തോട് അടുത്ത് നിൽക്കുക, കർത്താവിൻ്റെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുക. ഈ വലിയ ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, ദൈവമേ സ്തുതി. ഈ വലിയ അഭിഷേകത്തിനായി,
അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. ലോകം മുഴുവനോടും ചേർന്ന്, സർവപ്രപഞ്ചത്തോട് ചേർന്ന് പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം, ആരാധിക്കാം. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. ഓഹോ എൻ ദൈവമേ, എൻ സ്നേഹമേ. 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 പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. ഈശോ ഈശോ നാഥാ സുഖമാക്കുവാൻ നീ വരണേ വരണേ വരണേ. ഈശോ ഈശോ നാഥാ സുഖമാക്കുവാൻ നീ വരണേ വരണേ വരണേ. ആകാശം പോലെ വിശാലം നിൻ വാത്സല്യം, കടൽ പോലെ ഒഴുകുന്നു കർത്താവിൻ കാരുണ്യം. ആകാശം പോലെ വിശാലം നിൻ വാത്സല്യം, കടൽ പോലെ ഒഴുകുന്നു കർത്താവിൻ കാരുണ്യം. ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ എന്നുമെന്നും. ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ എന്നുമെന്നും. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. ഓഹോ എൻ ദൈവമേ, എൻ സ്നേഹമേ. 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 പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു, തിരുനാഥനീശനെ വാഴ്ത്തുന്നു. ഈശോ ഈശോ നാഥാ സുഖമാക്കുവാൻ നീ വരണേ വരണേ വരണേ. ഈശോ ഈശോ നാഥാ സുഖമാക്കുവാൻ നീ വരണേ വരണേ വരണേ. ആകാശം പോലെ വിശാലം നിൻ വാത്സല്യം, കടൽ പോലെ ഒഴുകുന്നു കർത്താവിൻ കാരുണ്യം. ആകാശം പോലെ വിശാലം നിൻ വാത്സല്യം, കടൽ പോലെ ഒഴുകുന്നു കർത്താവിൻ കാരുണ്യം. ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ എന്നുമെന്നും.
ഈശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു.